ഒമാനിൽ വർക്ക് പെർമിറ്റ് ചട്ടങ്ങളിൽ തൊഴിൽ മന്ത്രാലയം ഭേദഗതി വരുത്തി. പ്രവാസി തൊഴിലാളികളുടെ താമസ കാലാവധി അനുസരിച്ചാണ് ഇനി മുതൽ വർക്ക് പെർമിറ്റ് ലഭിക്കുക. പെർമിറ്റ് കൃത്യമായി പുതുക്കാത്തവർക്ക് 500 ഒമാനി റിയാൽ വരെ പിഴ ചുമത്തുമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. മലയാളികൾ അടക്കമുള്ള പ്രവാസികളെ കാര്യമായി ബാധിക്കുന്നതാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ പ്രഖ്യാപനം. പ്രവാസി തൊഴിലാളികളുടെ താമസ കാലാവധി അനുസരിച്ചാണ് ഇനി മുതൽ വർക്ക് പെർമിറ്റുകൾ നൽകുക. എന്നാൽ ഗാർഹിക തൊഴിലാളികളുടെ കാര്യത്തിൽ നിലവിലുള്ള രീതി തുടരും. ഭിന്നശേഷിക്കാർ, പരിചരണം ആവശ്യമുള്ള മുതിർന്ന പൗരന്മാർ, വീട്ടുപരിചരണം ആവശ്യമുള്ള രോഗികൾ തുടങ്ങിയവരെ പരിചരിക്കാൻ നിയമിക്കുന്ന ജീവനക്കാർക്ക് പെർമിറ്റ് ഫീസുകൾ പൂർണ്ണമായും ഒഴിവാക്കുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിലാളികളുടെ ജോലി കാറ്റഗറി മാറ്റാൻ തൊഴിലുടമയ്ക്ക് ഇനി അധിക ചിലവുണ്ടാകില്ല. പുതിയ പെർമിറ്റ് ഇല്ലാതെ തന്നെ ചെറിയ ഫീസ് നൽകി ഈ സേവനം പ്രയോജനപ്പെടുത്താം. സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങൾ, മസ്ജിദ്, മതസ്ഥാപനങ്ങൾ, മനുഷ്യാവകാശ സംഘടനകൾ തുടങ്ങിയവയ്ക്കും ഫീസ് ഇളവ് പ്രഖ്യാപിച്ചു. നിലവിൽ 141 ഒമാനി റിയാൽ ഫീസ് ഉണ്ടായിരുന്നത് 101 റിയാലാക്കിയാണ് കുറച്ചത്. സ്വദേശീവൽക്കരണം മാനദണ്ഡമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 30% വരെ ഫീസ് ഇളവ് നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം സ്വദേശീവൽക്കരണം നടത്താത്ത സ്ഥാപനങ്ങൾക്ക് ഫീസ് ഇരട്ടിയാക്കും. കൃത്യസമയത്ത് തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പരമാവധി 500 ഒമാനി റിയാൽ വരെ പിഴ ചുമത്തും. അതേസമയം തൊഴിലാളിയുടെ മരണം, വിസ മാറ്റം, തൊഴിലാളി രാജ്യം വിടുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഫീസ് ഇളവുണ്ടാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.